എന്തായാലും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഷിഞ്ചിതക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഏതായാലും നല്ല കാര്യം. പക്ഷേ ഷിഞ്ചിത ഇപ്പോൾ ഒളിവിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ദുബായ്ക്കോ മറ്റോ കടന്നു കളഞ്ഞു കാണുമെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് രാഷ്ട്രീയവും മതവും ഒന്നും വലിച്ചിഴക്കാത്തതാണ് നല്ലത്. അങ്ങനെ ആരെങ്കിലും ഇവരെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ വലിയ കണ്ടന്റ് ക്രിയേറ്ററാണ്, സൈക്കോളജിസ്റ്റ് ആണ്. ഇതൊക്കെ എന്തോ വലിയ മാനസിക പ്രശ്നമാണ്, അത് മാറ്റാൻ വേണ്ടി ഞാൻ നടത്തിയ ഒരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ഇത്ര ധീരമായിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയല്ലേ. അപ്പോൾ ഈ കേസും അവർ ആ രീതിക്ക് തന്നെ നേരിടണം, അല്ലേ? കാരണം ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത് എന്താ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഈ പരിപാടി, ആ വീഡിയോയിൽ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ അതിനെപ്പറ്റിയൊക്കെ കുറെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഈ നിമിഷം വരെ നമ്മുടെ പ്രഗത്ഭരായ ഒരു സെലിബ്രിറ്റി പോലും ഇതിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നില്ലേ, സാധാരണക്കാരന്റെ കാര്യങ്ങളിൽ ഇവർക്കൊന്നും ഒരു താല്പര്യമില്ല. അതാണ് ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പം ശരി, എന്തായാലും നമ്മുടെ സംസ്ഥാന പോലീസിന് ഷിഞ്ചിതയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കണമേ എന്ന് മാത്രമേ നമുക്കിപ്പം ആഗ്രഹിക്കാൻ പറ്റുള്ളൂ.